ാണ് ആമയിഴഞ്ചാൻ തോടിന്റെ മറുവശം എന്ന് വേണമെങ്കിൽ ഈ ദുരന്തം നടന്നതിന്റെ മറുവശം ഉള്ള ഏരിയ എന്ന് പറയാം. അവിടെയൊക്കെ വലിയ മാലിന്യ കൂമ്പാരമാണ്. അത് കൃത്യമായ തന്നെ ദൃശ്യങ്ങളടക്കം അരുണും ക്യാമറാമാനും പകർത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അരുൺ, എന്താണ് ഇപ്പോൾ അരുണിന് കാണാൻ പറ്റുന്ന ദൃശ്യങ്ങൾ? അത് കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ അരുൺ? എന്റെ ചോദ്യം കേൾക്കാമോ? രജിത്ത്, അത് തന്നെയാണ്. ഞാനിപ്പോൾ പാറ്റൂർ ഭാഗത്താണ്, ആമയിഴഞ്ചാൻ തോട് ഒഴുകുന്ന പാറ്റൂർ ഭാഗത്താണ് ഞാനുള്ള. അവിടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ഒരു ഭാഗത്ത് വെള്ളം നല്ല രീതിയിൽ ഒഴുകി വരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെയൊക്കെ കുറച്ച് നന്നായി ഒഴുക്കുള്ള ഭാഗമാണിത്. വെള്ളം കൃത്യമായിട്ട് ഒഴുകുക. പക്ഷേ ഇതിൻ്റെ മറുഭാഗത്തെത്തുമ്പോൾ ഇവിടെ കോർപ്പറേഷൻ ഫിഷർ വച്ച് ഈ സാധനം, ഈ ഒഴുകി വരുന്ന മാലിന്യങ്ങൾ എന്തുകൊണ്ട് അവിടെ ഒഴുക്ക് കൂടുന്നു പറയാൻ കാരണം ഇവിടെ ഈ വരുന്ന മാലിന്യം ഇവിടെ കാണാം. ഇവിടെ വലിയ രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു. അതായത് ഇവിടെ നഗരസഭ തന്നെ ഇവിടെ മാലിന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഫിഷർ നെറ്റ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് അവിടെ. അതാണ് നമ്മൾ ഇവിടെ ഇത്രയധികം മാലിന്യങ്ങൾ. ആ മാലിന്യങ്ങളിൽ നിന്ന് നോക്കാം എന്തെല്ലാം തരത്തിലുള്ള മാലിന്യങ്ങളാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമല്ല, വീടുകൾ ഉപയോഗിക്കുന്ന മെത്തയടക്കമുള്ള സാധനങ്ങളുടെ തെർമോക്കോൾ പോലുള്ള ഭാഗം നേരത്തെയൊക്കെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ള സമാനമായ കാഴ്ചകൾ കെട്ടുകളാക്കി മാലിന്യങ്ങൾ കൊണ്ട് ഇവിടെ തള്ളുന്നു. അതാണ് ഇവിടെ തടഞ്ഞ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് പിന്നീട് കോരിമാറ്റം. ഒരുപക്ഷെ ശക്തമായ മഴയൊക്കെ വരുമ്പോൾ ഇത് ഇവിടെ നിന്ന് വീണ്ടും ഒലിച്ചു പോകാനും സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആമയിഴഞ്ചാൻ തോട് വലിയ വീതിയുള്ള ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മഞ്ചൂരും അതിനപ്പുറത്ത് ഉപ്പിടാമുട് പാലത്തിൻ്റെ ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള വീതിയിലാണ് തോട് വരുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ആ തോടിൻ്റെ വീതി കുറയുന്നത് നമുക്ക് കാണാനാകും. അതായത് മാലിന്യങ്ങൾ മാത്രമല്ല, വലിയ രീതിയിലുള്ള കയ്യേറ്റവും ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമാണ്. നമുക്കറിയാം, വളരെ ഇടുങ്ങിയ രീതിയിലാണ് ഇവിടെ തോട് കടന്നു പോകുന്നത്. വളരെ ചുരുങ്ങിയ സ്ഥലം. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഒഴുക്ക് കാണുന്നത് പട്ടം തോട് ഈ ആമയിഴഞ്ചാൻ തോടുമായി ചേരുന്ന ഭാഗമാണ്. മറ്റൊരു നിറത്തിൽ വെള്ളം അവിടെ നമുക്ക് കൃത്യമായ ആ ഭാഗത്തേക്ക് പോകാനാകുമെന്ന് കരുതുന്നു. അവിടെയൊക്കെ കുറച്ചുകൂടി വീതിയുമുണ്ട്. അവിടെ പട്ടം തോട് കടന്നു വരുന്ന ഭാഗമാണ്. അവിടെ കുറച്ചുകൂടി ഒഴുക്കും വീതിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള കയ്യേറ്റമുണ്ട്. ചുറ്റും ഇതിൻ്റെ ഇരു കരകളിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണ്. അതിൽ കുറേയൊക്കെ കയ്യേറിയതാണ്. നേരത്തെ തന്നെ വാർത്തകൾ വന്നതുമാണ്. വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ ഭാഗത്ത് ഭൂമി വാങ്ങി കൂട്ടിയിട്ടുമുണ്ട്. അതുതന്നെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. പിന്നിൽ കാണുന്നത് ഹൗസിംഗ് ബോർഡിൻ്റെ ഫ്ലാറ്റ് സമുച്ചയമാണ്. ആ ഭാഗത്തൊക്കെ നല്ല കുറച്ചുകൂടിയൊക്കെ വീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നാട്ടുകാരൊക്കെ ഇവിടെ ഇപ്പോൾ വരുന്നത് എന്തായിട്ട് ഇവിടെ ഈ ഭാഗത്ത് വലിയ വീതി കുറവാണല്ലോ. ആമയിഴഞ്ചാൻ തോട് ഈ പഴവങ്ങാടി തോടുമായി സംഗമിക്കുന്നതാണ്. ഏറ്റവും ക്രൂഷ്യൽ പോയിൻ്റാണിത്. ഇവിടെ മഴക്കാലത്ത് രണ്ട് ആറുകളായിട്ട് മാറും. അപ്പോൾ റൈറ്റ് ആംഗിളിലാണ് ഈ പഴവങ്ങാടി തോട് ആമയിഴഞ്ചാൻ തോടുമായിട്ട് സംഗമിക്കുന്നത് കൊണ്ട് ആവശ്യമായ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഇടിച്ച് ഓവർഫ്ലോ ചെയ്ത് ഇവിടെ എല്ലാം വെള്ളപ്പൊക്കം. ആ ഭാഗത്ത് കുറച്ചുകൂടിയൊക്കെ വീതിയുണ്ട്. പഴവങ്ങാടി തോട് അവിടെ ഒരു കയ്യേറ്റം മനോരമ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കോർപ്പറേഷനാണ് കയ്യേറിയിരിക്കുന്നത്. 40 മീറ്റർ നീളത്തിൽ കാണുന്നതാണ്. തടയണ നിർമ്മിച്ചിരിക്കുകയാണ് കോർപ്പറേഷൻ MLA ഫണ്ട് ഉപയോഗിച്ച്. അത് ഈ വെള്ളപ്പൊക്കത്തിനൊരു അടിസ്ഥാന കാരണമാണ്. അതുപോലെ തന്നെ ഈ പഴവങ്ങാടി തോട് ഏകദേശം ഒരു 75-100 മീറ്റർ നീളത്തിൽ വീതി കൂട്ടേണ്ടതുണ്ട്. എങ്കിൽ മാത്രം ഇവിടെ എന്താണ് ഇങ്ങനെ കുറയാൻ കാര്യം? വീതി ഇവിടെ ഈ സ്ഥലമൊക്കെ ആളുകളുടെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണെന്ന് തോന്നുന്നു. അല്ല, ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. അത് കയറ്റമല്ല. അവിടെ ഉള്ളതാണ് 40 മീറ്റർ നീളത്തിൽ. അത് ഹൈക്കോടതി ഉത്തരവനുസരിച്ച് താലൂക്ക് തഹസീൽദാർ വന്ന് കല്ലുകൾ ഇട്ട സ്ഥലമാണ്. അവിടെ കാണാൻ പറ്റും. അവിടെ പോയി കാണാൻ പറ്റും. ആ കാണുന്നില്ല കെട്ടിയിരിക്കുന്ന ഭിത്തി, അവിടെ ഉണ്ട് കല്ലുകൾ. ആ ഭാഗത്താണ് ഇപ്പോൾ കോർപ്പറേഷൻ തടയണ കെട്ടിയിരിക്കുന്നത് 40 മീറ്റർ നീളത്തിൽ. അത് ചെയ്താ എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല കോർപ്പറേഷൻ ചെയ്തത്. കഴിഞ്ഞ് ഈ തോടും കാണാതെ വന്നാൽ ഞങ്ങളെ വീട് മുഴുക്ക വേസ്റ്റ് കൊണ്ട് നിറയും. പിന്നെ ഇഴജന്തുക്കളത് നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. നമ്മൾ പ്രായം ചെന്ന സ്ത്രീയാണ്. നമുക്ക് കാലും കൈയും ഒന്നും വയ്യാത്ത ആൾക്കാരാണ്. അവരെന്ത് പറഞ്ഞാലും അവർ വന്ന് ചെയ്യേയില്ല. ഇതാണ് ഈ തോട് നിറയുമ്പോൾ ഈ വെള്ളം അത്രയും കംപ്ലീറ്റ് വെള്ളവും ഞങ്ങളെ വീട്ടിലാണ് കയറുമ്പോൾ ഈ വരുന്നത് അത്രയും ഈ വേസ്റ്റുകളാണ് പൊങ്ങി വരണത്. ഇതിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നിരന്ന് കിടക്കും. ആരാന്ന് അറിയില്ല. എല്ലാവരും ഇവിടെ ഇടുന്നവരാണെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് എടുത്തങ്ങെറിയും. അതങ്ങ് പോകും. ഞങ്ങളെ വീട്ടിലുള്ളതൊക്കെ പുറത്തൊക്കെ ഉള്ളവരാണ് കൊണ്ടിടുന്നത്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലുള്ള വേസ്റ്റുകളെല്ലാം ഞങ്ങൾ ഇവിടെ കൊടുക്കുകയാണ്. 12 മണി 1 മണി ആവുമ്പോൾ സ്കൂട്ടറിൽ കെട്ടിക്കൊണ്ട് ചാക്ക് കണക്കിനാണ് കൊണ്ടിടുന്നത്. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു വരക്കുമ്പോൾ അവർ നമ്മളെ വഴക്ക് പറയും. പറഞ്ഞ് ഞങ്ങൾ മടുത്ത്. പിന്നെ ഈ വേസ്റ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട് ഒന്നും കണ്ടുകൂടാ. നമ്മളെ കാമ്പൗണ്ട് മുഴുക്ക നമ്മളെ വീട്ടിനകത്തെല്ലാം വന്ന് കയറും. നമ്മൾ ഇഴജന്തുക്കൾ വരെ പട്ടിയും പൂച്ചയും ചത്തിരുന്നാലും എല്ലാം വന്ന് കയറും. ഇതെന്താണെന്നറിയില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഈ തോടില്ലേ ആമറ്റ തോടില്ലേ അവിടെ നിന്ന് വരുന്ന തോടിലുള്ള വൃത്തിയാക്കുക. വൃത്തിയാക്കി രണ്ട് സൈഡിലും വൃത്തിയാക്കി വെള്ളം നല്ലവണ്ണം ഒഴുകി പോയതെന്ന് വേസ്റ്റ് വന്നാലും അതങ്ങ് ഒഴുകി പൊയ്ക്കോട് കെട്ടിക്കിടക്കില്ല. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം അല്ലെങ്കിൽ അവിടെ നിന്ന് കെട്ടി വന്ന് ഈ മതിലുണ്ടല്ലോ അത് പൊക്കിക്കഴിഞ്ഞാൽ വെള്ളം അതിട്ട് കയറത്തില്ല. കാരണം നമ്മൾ 60 എനിക്ക് 65 വയസ്സ് കഴിഞ്ഞ് നമ്മളിത് കിടന്ന വെള്ളപ്പൊക്കം എല്ലാം കണ്ട് അനുഭവിച്ച പാർട്ടികളാണ്. എന്നിരുന്നാലും അവരോട് പറഞ്ഞ് അവർ ചെയ്യൂല. അത് തന്നെയാണ് എല്ലാ മഴക്കാലത്തും ഈ ഭാഗത്തെ ആളുകളുടെ ഒരു ദുരവസ്ഥ. അത് തന്നെയാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. അതായത് ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരും. ഈ കെട്ടിക്കിടക്കുന്നതൊക്കെ ഒഴുകി പോകാതെ കിടക്കുന്നതുമൊക്കെ സ്വാഭാവികമായും വെള്ളം കൂടുമ്പോൾ ഇവിടെ നിന്ന് കരയിലേക്ക് കയറും. തൊട്ടടുത്ത് വീടുകളുണ്ട്. കുട്ടികളും പ്രായമായ ആളുകളും ഒക്കെ താമസിക്കുന്ന നിരവധി വീടുകൾ ഇവിടെയുണ്ട്. അവിടേക്കൊക്കെ ഈ വെള്ളം കയറും. നമ്മൾ എല്ലാ മഴക്കാലത്തും ഇവിടുത്തുകാരുടെ ഒരു അവസ്ഥ തന്നെയാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ വാർത്തകൾ തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഈ ഭാഗമാണ് നമുക്കറിയാം. ഇവിടെയൊക്കെ നെറ്റുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അധികം അങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ കഴിയില്ല. ഇവിടെ ഇതാണ് പട്ടംതോടും ഈ ആമഴിൻതോടും ഒക്കെ കൂടിച്ചേരുന്ന മേഖല. അവിടെ കുറച്ചുകൂടി വലിയ നല്ല ഒഴുക്കുണ്ട്. കുറച്ചുകൂടി വീതി അവിടെ ഉണ്ട്. നേരത്തെയൊക്കെ ഇവിടെ വീതി കുറവായിരുന്നു. ആ വീതി ഇപ്പോൾ അടുത്ത കാലത്ത് അല്ലേ ഇവിടെ കുറച്ച് വീതി കൂട്ടിയതല്ലേ ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തൊക്കെ നീക്കം ചെയ്തു. 18 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഇത് നീക്കം ചെയ്തത്. ഇത് വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പ്രധാന കാരണമായിരുന്നു. ആ കാണുന്ന കോർപ്പറേഷൻ്റെ കയ്യേറ്റമാണ് ഈ വെള്ളപ്പൊക്കത്തിന്. അതെങ്ങനെ കയ്യേറ്റം എന്ന് പറയുന്നത്? എന്താ കെട്ടിക്കുന്നത്? അത് ഒരു ഭിത്തി കെട്ടി തടയണ നിർമ്മിച്ചിരിക്കുകയാണ് ആമേഴഞ്ചാൻ തോടിൽ. അങ്ങനെ അവിടെ വീതി 4 മീറ്ററേ ഉള്ളൂ. പട്ടം ഉള്ളൂർ തോട് 15 മീറ്റർ. തടയണ കെട്ടിയതിനാണ് അവിടെ? അത് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ വീട്ടുകാർക്ക് വേണ്ടി കെട്ടിയതാണ്. ഉള്ളൂർ തോട് 15 മീറ്റർ പറയാൻ പറ്റും. വീട്ടിലോട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി കെട്ടിയതല്ലേ? അത് കയ്യേറ്റുന്നില്ല. അതല്ല, പുറമ്പോക്കാണ്. അവിടെ 40 മീറ്റർ നീളത്തിൽ തഹസീൽദാർ കല്ല് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് കോർപ്പറേഷൻ അവിടെ തടയണ കെട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ പുത്തമ്പാലം ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ എങ്ങനെയാണ് വീതി കൂടുകയാണ്? പുത്തമ്പാലം ഇവിടെ നിന്നാണ് കണ്ണമ്മൂലത്തോട് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ആവശ്യമായ വീതിയുണ്ട്. പക്ഷേ ഈ ആമയിഴഞ്ചാൻ തോട് ഈ പഴവങ്ങാടി തോടുമായി സംഗമിക്കുന്നിടത്ത് ആവശ്യമായ വീതിയില്ല. ഈ പോയിന്റ് അല്ലേ? ഈ കോർണർ ഇവിടെ വീതി കൂട്ടണം. ഇവിടെ വീതി കൂട്ടിയാൽ മാത്രം, കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് വീതി കൂട്ടിയാൽ വെള്ളപ്പൊക്കത്തിന് പരിഹാരം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ പഴവങ്ങാടി തോട് ഏകദേശം 75-100 മീറ്റർ സ്ഥലം അക്വയർ കഴിഞ്ഞില്ലെങ്കിൽ ഈ റോഡ് തോടാക്കി മാറ്റണം, മഞ്ചൂർ മോഡലിൽ. എങ്കിൽ ഇവിടുത്തെ വെള്ളപ്പൊക്കം പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടും. ഇവിടെ ഉണ്ടാകുന്ന തടസ്സമാണ് പിന്നീട് പഴവങ്ങാടി തോടിലേക്കും തമ്പാനൂർ SS കോവിൽ റോഡ് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനും ഗൗരീശപട്ടം കുന്നുകുഴി ഈ ഭാഗങ്ങളിലും പുത്തമ്പാലം ഇവിടങ്ങളിലെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം. ഈ വേസ്റ്റ് ഇടുന്നതും പ്രശ്നമാണ്. ആളുകൾ വേസ്റ്റ് ഇടുന്നതും പ്രധാനമാണ്. ഇവിടെയുള്ള ശുചിമുറി മാലിന്യം ഇവിടുത്തെ ഒരു 30ഓളം വീടുകൾ തോടിനടിയിലുള്ള എല്ലാം തോട്ടിലോട്ടാണ്. വീട്ടിലുള്ള ശുചിമുറി മാലിന്യം ഈ തോടിലാണ് നിക്ഷേപിക്കുന്നത്. ഈ സൈഡിൽ കാണുന്ന വീടുകളുടെ എല്ലാം. നാട്ടുകാരും കൂടെ വിചാരിച്ചാലേ നടക്കും. അത് തന്നെയാണ് ഈ നമ്മൾ നേരത്തെ തമ്പാനൂരും അതുപോലെ തകരപ്പറമ്പിലും ഒക്കെ കണ്ടതിന് അത് സമാനമായ കാഴ്ച. ഒരുപക്ഷെ ഇവിടെ കുറച്ച് കയ്യേറ്റം കൂടി മേഖലയിൽ വ്യാപകമാണ്. ഈ കരയുടെ ഈ തോടിൻ്റെ ഇരുവശത്തും കര കയ്യേറുന്നുണ്ട്. കുറച്ചുകൂടിയൊക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് വലിയ കൃഷി തന്നെ കാണാൻ പറ്റും. വാഴ അടക്കമുള്ള കൃഷി പല സ്ഥലങ്ങളിലും ഇവിടെ ആളുകൾ ചെയ്യുന്നുണ്ട്. സ്വന്തം സ്ഥലത്ത് ചെയ്യുന്നത് പോലെ ചെയ്യുന്നുണ്ട്. വീടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറേയൊക്കെ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടെ നഗരസഭയും സർക്കാരുമൊക്കെ ഒഴിപ്പിച്ചു. കുറേ കൂടി ദൂരം പോകുമ്പോൾ നമുക്ക് കാണാനാകുന്നത് വലിയ വലിയ ഫ്ലാറ്റുകൾ, വലിയ സമുച്ചയങ്ങൾ. ഇത് ഹൗസിംഗ് ബോർഡിൻ്റെ ഫ്ലാറ്റാണെന്ന് തോന്നുന്നു അല്ലേ? ഹൗസിംഗ് ബോർഡിൻ്റെ അടക്കം ഫ്ലാറ്റുണ്ട്. നമുക്കറിയാം ഒരു നദീതീരത്ത് എത്ര ദൂരത്ത് ഫ്ലാറ്റുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇതൊരു സ്വകാര്യ കമ്പനിയുടെ ഫ്ലാറ്റാണെന്ന് തോന്നുന്നു. അതായത് ഈ ഒരു ആമയിഴഞ്ചാൻ തോടിനോട് തൊട്ട് ചേർന്ന് ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നു. എങ്ങനെ ഇവിടെയൊക്കെ സ്വാഭാവികമായി ഒരു കാലത്ത് ഇതിൻ്റെ ഒഴുക്ക് വഴികളായിരിക്കാം. ഈ ആമയിഴഞ്ചാൻ തോട് അവിടെ നിന്ന് പട്ടം തോടും ഒക്കെ ചേർന്ന് പോകുന്ന ഈ ഭാഗം ഇതുവഴി ഒഴുകിയിരുന്ന സ്ഥലമായിരിക്കാം. അത്രയധികം വീതിയുള്ള സ്ഥലമായിരിക്കാം. വളരെ കാലക്രമേണ അത് നികത്തി ഇത്തരത്തിൽ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. ഇത് നമ്മൾ ആക്കുളം ഭാഗത്തേക്ക്, കിംസ് ആശുപത്രിയുടെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി കാണാം. പക്ഷേ ഇവിടെയും ഇത്തരത്തിലൊരു ഫ്ലാറ്റുണ്ട്. ഇതൊരു സ്വകാര്യ ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൻ്റെ ഈ ബൗണ്ടറി ഇതിനോട് ചേർന്നാണ്. ഇത്ര കൃത്യമായ ദൂരം തീരദേശ പരിപാലന നിയമം അനുസരിച്ചൊക്കെ ഒരു ജലാശയത്തോട് കൃത്യമായ അകലം പാലിക്കണം. പക്ഷെ അതൊന്നും ഉണ്ടാകാതെ ഫ്ലാറ്റുകൾ കെട്ടിപ്പൊക്കുന്നു. ഈ ജലത്തിൻ്റെ ഒഴുക്ക് വഴികൾ പൂർണ്ണമായും തടയുന്നു. മാലിന്യമലയ്ക്ക് അപ്പുറത്തേക്ക് ഇത്തരം കയ്യേറ്റങ്ങളും ആമയിഴഞ്ചാൻ തോടിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണമാണ്. അതിലൂടെ തലസ്ഥാനവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തിനും കാരണമാവുകയാണ് ഈ കയ്യേറ്റങ്ങളും. തീർച്ചയായും അതാണ്. ഈ കയ്യേറ്റങ്ങളുണ്ട്.
കൃത്യമായി ശുചീകരണം നടത്താത്തതിൻ്റെ പ്രശ്നമുണ്ട്. ചില മേഖലകളിലെങ്കിലും ശുചീകരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ശുചീകരണം നടത്തിയ മാലിന്യങ്ങൾ ഈ തീരത്ത് കെട്ടിക്കിടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ മാറ്റിയ മാലിന്യങ്ങൾ പൂർണ്ണമായും ഇവിടെ നിന്ന് കൊണ്ടുപോകാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് വീണ്ടും മഴ പെയ്യുമ്പോൾ തിരിച്ച് ഈ തോട്ടിലേക്ക് തന്നെ വീഴും. അങ്ങനെ നിരവധിയായ ഉദാഹരണങ്ങൾ നഗരത്തിലുടനീളം കാണാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒന്ന് കണ്ണു തുറക്കാൻ, നമ്മളിതൊക്കെ ചർച്ച ചെയ്യാൻ ജോയി എന്ന ആ പാവ മനുഷ്യൻ്റെ മരണം വേണ്ടി വന്നു എന്നുള്ളതാണ്. ജോയി ഇനിയെങ്കിലും ഒരു പാഠമാകണം. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. നമുക്ക് നേരത്തെ അറിയാം, നേരത്തെ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് കൊച്ചിയിലെ മാലിന്യ പ്രശ്നം